യോ ഗായ്സ്, ഇന്ന് ഞാൻ ടോക്കിയോ റിവെഞ്ചേഴ്സ് സീസൺ 3യുടെ എപ്പിസോഡ് 12ന്റെ ബ്രേക്ക് ഡൗൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഇസാനെ ഫൈറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ കിസാക്കി കാക്കുച്ചോയെ ഷൂട്ട് ചെയ്യുന്നു. ശേഷം കിസാക്കി പറയുന്നു, ഞാൻ പിന്നെയും പെർഫെക്റ്റായി ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാൻസ് എല്ലാം ആ ഹനാഗാക്കി വന്ന് നശിപ്പിക്കുന്നു. ഇപ്പോൾ എനിക്ക് മൈക്കിയും യൂസ് ചെയ്യാൻ കഴിയില്ല. അതിനാൽ എനിക്ക് ആകെ ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഇസാനെയാണ്. എന്നാൽ നീ എന്നും അതിനെനിക്കൊരു തടസ്സമായിരുന്നു കാക്കുച്ചോ എന്ന് പറയുന്നു. അപ്പോഴേക്കും കാക്കുച്ചോ കിസാക്കി ഒരിക്കലും ഇസാനയുടെ കൺവട്ടത്ത് പോലും വരാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവനെ അറ്റാക്ക് ചെയ്യാനായി പോകുന്നു. എന്നാൽ കിസാക്കി വീണ്ടും അവനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇസാന അങ്ങോട്ടേക്ക് കയറി വന്ന് കാക്കുച്ചോയെ രക്ഷിക്കുന്നു. അങ്ങനെ വെടികൊണ്ടത് ഇസാനയ്ക്കാണെന്ന് കണ്ട് കിസാക്കി ആകെ ഞെട്ടുന്നു. അങ്ങനെ അവൻ്റെ ഇനി അങ്ങോട്ടുള്ള പ്ലാൻ എല്ലാം വെറുതെ ആവുന്നു. എല്ലാവരും അത് കണ്ട് ഞെട്ടുന്നു. അങ്ങനെ നിലത്തേക്ക് വീണ ഇസാനയെ നോക്കി കിസാക്കി എന്തിനാണ് അയാളുടെ സെർവന്റിനെ ഇസാനെ രക്ഷിക്കാൻ നോക്കിയതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇസാന ചിരിച്ചുകൊണ്ട് കാക്കുച്ചോയെ താൻ തന്നെ കൊല്ലണമെന്ന് തീരുമാനിച്ചാലും തനിക്ക് അവനെ രക്ഷിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അങ്ങനെ കിസാക്കി നിലത്തേക്ക് വീണു പോകുന്നു. അപ്പോൾ ഇസാന അടുത്തേക്ക് വന്ന മൈക്കിയോട് അയാൾ തെഞ്ചിക്കു തോമനോട് തോറ്റതായി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ കാക്കുച്ചോ ഇസാന അത് പറയരുതെന്ന് അപേക്ഷിക്കുന്നു. എന്നാൽ കാക്കുച്ചോയെ തനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ട ഇസാനയോട് അയാൾ എന്തിനാണ് തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതെന്നും ആരൊക്കെ വന്നാലും പോയാലും സ്വന്തമായി പുതിയൊരു യുഗം ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു രാജാവിൻ്റെ കടമയാണെന്നും അയാൾ പറഞ്ഞപ്പോൾ ഇസാന കാക്കുച്ചോയെ തിരുത്തിക്കൊണ്ട് തൻ്റെ അല്ല, നമ്മുടെ സ്വന്തം യുഗമായിരുന്നു അതെന്ന് പറയുന്നു. കൂടാതെ തനിക്ക് ആകെ സ്വന്തമെന്ന് പറയാനുണ്ടായിരുന്നത് കാക്കുച്ചോ മാത്രമാണെന്ന് അയാൾ കൂട്ടിച്ചേർക്കുന്നു. അതേസമയം തന്നെ ഒരുപാട് ഗ്യാങ് മെമ്പേഴ്സിനും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു. ശേഷം മൈക്കിയോട് ഇസാന കുറച്ചു മുമ്പ് അയാൾക്ക് തന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ മൈക്കി അയാൾ തന്റെ ബ്രദർ ആയതിനാൽ താൻ തീർച്ചയായും രക്ഷിക്കുമെന്ന് പറയുന്നു. കൂടാതെ ഇസാനയെ പോലെ തന്നെ താനും എമ്മയും ഷിനിച്ചിറോയെ സ്നേഹിച്ചിരുന്നു എന്നും പറയുന്നു. അപ്പോൾ കാക്കുച്ചോ പണ്ട് അവരുടെ കുട്ടിക്കാലത്ത് ഇസാന ഷിനിച്ചിറോയ്ക്ക് വേണ്ടി കത്തുകൾ എഴുതിയിരുന്നതിനെ കുറിച്ച് ഓർക്കുന്നു. ശേഷം ഇസാന പണ്ട് തന്റെ സ്വന്തം അമ്മയെ നേരിട്ട് കണ്ടതിനെ കുറിച്ചും ഓർക്കുന്നു. അന്ന് ഇസാന തന്റെ അമ്മയെ ഒരു പാച്ചിങ്കോ സെന്ററിൽ വെച്ച് കണ്ടപ്പോൾ അയാൾ ഉടനെ തന്നെ അമ്മയെ കാണാനായി കാക്കുച്ചയോട് വീട്ടിൽ പോകാൻ പറഞ്ഞ ശേഷം ചെല്ലുന്നു. അങ്ങനെ അകത്ത് കയറി ഇസാന അവിടെ ഇരുന്ന് ഗെയിം കളിക്കുന്ന അവന്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ശേഷം അവൻ അമ്മയോട് സംസാരിക്കുന്നു. അമ്മ എന്തുകൊണ്ടാണ് പിന്നെ എന്നെ കാണാൻ വരാഞ്ഞത്? ശരിക്കും നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതാണോ എന്ന് ഇസാന ചോദിച്ചെങ്കിലും അയാളെ കണ്ടതിന്റെ ഒരു ഞെട്ടൽ പോലും ഇല്ലാതെ ആ സ്ത്രീ ഇസാന തന്റെ മകനല്ല എന്ന് അവനോട് പറയുന്നു. ഇസാന അത് കേട്ട് ഷോക്ക് ആവുന്നു. കൂടാതെ അവൻ ആ സ്ത്രീയുടെ മുമ്പുള്ള ഭർത്താവിന്റെയും അയാളുടെ ഫിലിപ്പിനോയിലുള്ള ഭാര്യയുടെയും മകനാണെന്നും എന്നാൽ അയാൾ സ്വന്തം കയ്യിലിരിപ്പ് മൂലം ആരുടെയൊക്കെ കുത്തേറ്റ് മരിച്ചുപോയെന്നും ഇസാനയും താനുമായി ഒരു ബന്ധവുമില്ലെന്നും പറയുന്നു. ഇത് ഇസാനയെ ആകെ തകർക്കുന്നു. അതേസമയം കാക്കുച്ചോ പുറത്തു നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ശേഷം ഇസാന നേരെ ഷിനിച്ചിറോയുടെ അടുത്തേക്ക് പോകുന്നു. ഷിനിച്ചിറോ തന്റെ സ്വന്തം ബ്രദർ ആണെന്ന് പറഞ്ഞ് തന്നെ ചതിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ഇസാന അയാളോട് ഫൈറ്റ് ചെയ്യുന്നു. എന്നാൽ ഷിനിച്ചിറോ അതിലൊന്നും കാര്യമില്ലെന്നും ബ്ലഡ് റിലേഷൻ ഇല്ലെന്ന് കരുതി തനിക്ക് അവനോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവും സംഭവിക്കില്ല എന്നും അയാൾ പറഞ്ഞെങ്കിലും ഇസാന പക്ഷെ തനിക്കത് അങ്ങനെയല്ലെന്നും മറുപടി പറയുന്നു. കൂടാതെ ഷിനിച്ചിറോയെ താൻ കണ്ടുമുട്ടിയില്ലായിരുന്നുവെങ്കിൽ തനിക്ക് ഈ ഗതി വരില്ലായിരുന്നുവെന്നും അയാൾ കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ അയാളുടെ കഥയറിഞ്ഞ മൈക്കിയോട് ഇപ്പോൾ തന്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുമോ മൈക്കി എന്ന് ഇസാന ചോദിക്കുന്നു. കൂടാതെ അയാൾ ഷിനിച്ചിറോയുടെയോ എമ്മയുടെയോ മൈക്കിയുടെയോ ബ്രദർ അല്ലാത്തതിനാൽ ഇനി തന്നെ അവനെ രക്ഷിക്കാൻ സാധിക്കുമോ എന്ന് ഇസാന ചോദിക്കുന്നു. മൈക്കി അത് കേട്ട് ഞെട്ടുന്നു. അതേസമയം കണ്ണു നിറഞ്ഞുകൊണ്ട് ഇസാന തന്നെ ആരും രക്ഷിക്കാനില്ല എന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ട് ഇസാന മരിക്കുന്നു. കാക്കുച്ചോ അയാളുടെ അടുത്തേക്ക് വന്ന് അയാളെ വിളിച്ച് കരയുന്നു. ശേഷം അയാൾ നീങ്ങി വന്ന് ഇസാനയുടെ അടുത്ത് വന്ന് കിടക്കുന്നു. ശേഷം താൻ ഒരിക്കലും അവൻ ഒറ്റയ്ക്കാകാൻ സമ്മതിക്കില്ല എന്നും താനും അവന്റെ ഒപ്പം ചേരുമെന്നും അയാൾ പറയുന്നു. അങ്ങനെ ഇസാനയുടെ ഒപ്പം മരിക്കാറായി കിടന്ന കാക്കുച്ചോയുടെ മുഖത്തേക്ക് അപ്പോൾ ഒരു മഞ്ഞുതുള്ളി വന്ന് വീഴുന്നു. അങ്ങനെ അവന് പണ്ട് കാക്കുച്ചോയും ഇസാനയും ചേർന്ന് വിന്റർ സീസണിൽ ചെയ്ത കാര്യങ്ങൾ ഓർമ്മ വരുന്നു. അങ്ങനെ കുട്ടികളായിരുന്ന ഇസാനയും കാക്കുച്ചോയും മഞ്ഞിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അവരൊരു ഇഗ്ലു നിർമ്മിക്കുന്നു. ശേഷം ഇസാന ഇതാണ് നമ്മുടെ കാസ്റ്റിൽ എന്ന് പറയുന്നു. അങ്ങനെ അവർ അതിനകത്തിരുന്ന് ഒരു സ്ട്രോങ്ങസ്റ്റ് ആയ രാജ്യത്തിന് വേണ്ടി ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ കാക്കുച്ചോ നമുക്കെതിരെ നിൽക്കുന്നവരെല്ലാം കൊല്ലുക എന്നത് കുറച്ച് ക്രൂരതയല്ലേ എന്ന് ചോദിച്ചപ്പോൾ തനിക്കെതിരെ നിൽക്കുന്നവരെല്ലാം തനിക്ക് കൊല്ലാൻ സാധിക്കും, കാരണം താൻ രാജാവാണെന്ന് പറഞ്ഞ ഇസാനയോട് എന്നാൽ ഒരു സെർവന്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകാഞ്ഞ കാക്കുച്ചോയ്ക്ക് ഇസാന അതവന് പറഞ്ഞു കൊടുക്കുന്നു. താൻ അവനൊരു സ്ക്വാഡിനെ നൽകും. കാക്കുച്ചോ അവരെ ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കണം. അങ്ങനെ സ്വന്തമായി ഒരു കുടുംബമില്ലാത്തവർക്കായി നമ്മൾ ആ രാജ്യം തുറന്നിടും എന്ന് പറഞ്ഞ് അവർ അതിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അങ്ങനെ ഒരുപാട് അവരുടെ പ്ലാനിനെ പറ്റി സംസാരിച്ച ശേഷം കാക്കുച്ചോ എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ പേരെന്ന് കാക്കുച്ചോ ചോദിച്ചപ്പോൾ ഇസാന ഹെവൻ എന്നർത്ഥമാകുന്ന തെഞ്ചുക്കു എന്ന പേര് പറയുന്നു. അങ്ങനെ അവർ പുതിയൊരു യുഗം നിർമ്മിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവർക്കതിന് കഴിഞ്ഞില്ല. തക്കേമിച്ചി കാക്കുച്ചയെ ഓർത്ത് കരയുന്നു. ശേഷം മൈക്കി എല്ലാ തെഞ്ചുക്കു മെമ്പേഴ്സിനോടും തോമൻ മെമ്പേഴ്സിനോടുമായി ഈ ഫൈറ്റ് അവസാനിച്ചെന്നും അതിനാൽ എല്ലാവരും ഉടൻ തന്നെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുവാനും ബാക്കി കാര്യങ്ങളെല്ലാം താൻ സെറ്റിൽ ചെയ്തോളാമെന്നും പറയുന്നു. അപ്പോൾ SST2 മെമ്പേഴ്സ് വന്ന മൈക്കിയോട് പൊക്കോളുവാനും തങ്ങളത് നോക്കിക്കൊള്ളാമെന്നും പറയുന്നു.
കൂടാതെ ഹൈറ്റാനിയ പ്രദേശത്ത് വന്ന് തങ്ങളുടെ ആവശ്യത്തിനായി ഇസാനെ ഉപയോഗിച്ചപ്പോൾ അവർ ജീവിച്ച രീതിയെക്കുറിച്ച് ഓർക്കാൻ ഞങ്ങൾ ശ്രമിച്ചില്ല എന്ന് പറഞ്ഞ് അയാൾ അവരുടെ കണ്ണുകൾ അടയ്ക്കുന്നു. അങ്ങനെ അവസാനം ഇതിനെല്ലാം കാരണമായ കിസാക്കിയെ നോക്കിക്കൊണ്ട് മൈക്കി തനിക്കൊരിക്കലും അവനോട് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അങ്ങനെ കിസാക്കി പേടിച്ചവിടെ ഇരുന്നപ്പോഴേക്കും പെട്ടെന്ന് അവരുടെ ഇടയിലൂടെ ഹൻമ ബൈക്ക് ഓടിച്ചു വരികയും ശേഷം കിസാക്കിയെ രക്ഷിച്ചുകൊണ്ട് അവന് തന്നോടൊരു കടമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ തക്കേമിച്ചി അവൻ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല എന്ന് ഓർത്തപ്പോഴേക്കും ഡ്രാഗൻ ബൈക്കുമായി അങ്ങോട്ടേക്ക് വരുന്നു. എന്നാൽ തക്കേമിച്ചി പോകാൻ തുടങ്ങവേ ഹിനയെപ്പറ്റി അവൻ ഓർക്കുന്നു. അവളെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ അവൻ വിസമ്മതിക്കുന്നു. എന്നാൽ മൈക്കി അവളെ നോക്കിക്കൊള്ളാമെന്ന് അവന് ഉറപ്പ് നൽകുന്നു. അങ്ങനെ അവർ രണ്ടും അവരുടെ പുറകെ ചെല്ലുന്നു. അങ്ങനെ പോകുന്ന വഴിയെ തക്കേമിച്ചി കിസാക്കി ഇതുവരെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഇത്തവണ അവൻ ഒരിക്കലും തൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടില്ല എന്ന് തീരുമാനിക്കുന്നു. കാരണം അവൻ ഈ രക്ഷപ്പെട്ടാൽ വീണ്ടും കിസാക്കി ടൈം ലീപ്പ് ചെയ്ത് ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യുമെന്ന് അവൻ വിചാരിക്കുന്നു. എന്നാൽ പേടിച്ചിരുന്ന കിസാക്കി ഹൻമയോട് വേഗം പോകാനായി പറയുന്നതിനിടെ അയാളുടെ ബാലൻസ് പോയി അവർ രണ്ടും വീഴുന്നു. എന്നാൽ കിസാക്കി എണീറ്റപ്പോഴേക്കും തക്കേമിച്ചി അയാളുടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ കിസാക്കി വീണ്ടും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. പക്ഷേ തക്കേമിച്ചിയുടെ കാലിന് വെടിയേറ്റതിനാൽ അവൻ ഓടുവാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ ഡ്രാഗൻ വന്ന് അവനെ തോളിൽ കയറ്റി കൊണ്ടുപോകുന്നു. അങ്ങനെ പോകുന്ന വഴിയെ തക്കേമിച്ചി അയാളോട് നന്ദി പറഞ്ഞെങ്കിലും ഡ്രാഗൻ പണ്ട് അവൻ തനിക്ക് ചെയ്തു തന്നതിൻ്റെ പ്രത്യുപകാരമാണിതെന്ന് പറയുന്നു. എന്നാൽ അവർ പോകുന്ന വഴിയെ ഹൻമ ഒരു അയൺ പൈപ്പുമായി വന്ന് അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ ഡ്രാഗൻ തക്കേമിച്ചിക്ക് ഓടാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു. അവന് പറ്റുമെന്ന് പറയും. അപ്പോൾ ഡ്രാഗൻ എന്നാൽ ഹൻമയുടെ കാര്യം താൻ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നു. ശേഷം തക്കേമിച്ചി അവൻ്റെ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് കിസാക്കിയുടെ പുറകെ ഓടുന്നു. അങ്ങനെ കിസാക്കിയെ നിർത്താതെ തക്കേമിച്ചി പിന്തുടരുന്നു. എന്നാൽ അവൻ അയാളുടെ അടുത്തെത്തിയപ്പോൾ കിസാക്കി ഒരു കട്ട വെച്ച് അവൻ്റെ തലക്കിട്ടടിക്കുന്നു. എങ്കിലും തക്കേമിച്ചി വിട്ടുകൊടുക്കാതെ അയാളെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ അവർ രണ്ടും പരസ്പരം അറ്റാക്ക് ചെയ്ത് വീണ്ടും ഒരു ഫൈറ്റിനായി റെഡിയാവുന്നു. അങ്ങനെ എപ്പിസോഡ് 12 അവസാനിച്ചു. ഇനി ഒരു എപ്പിസോഡ് കൂടി കഴിഞ്ഞാൽ ടോക്കിയോ റിവെഞ്ച് സീസൺ 3 അവസാനിക്കും. ജുജുത്സു കൈസൻ സീസൺ 2 ചെയ്യണമെന്ന് കുറേ പേർ ആവശ്യപ്പെട്ടിരുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടനെ വരാം. അതുവരേക്കും ടേക്ക് കെയർ.